ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ ആയില്ലേ ഫുള്ളായിട്ട് കണ്ട് INCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ തന്നിരുന്ന അടുത്ത ടോപ്പിക്കാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അഥവാ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. നമുക്കറിയാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഒരു പോയിൻറ്റ്സ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുവാണെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ള പോയിൻറ്റ്സ് കറക്റ്റായിട്ട് ഇപ്പം 13 കോളനികളുടെ കാര്യം, പിന്നെ ബോസ്റ്റൺ ടീ പാർട്ടി, കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഏതിലാണ് SCRT ആണെങ്കിൽ അല്ലെങ്കിൽ റാങ്ക് ഫയൽ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ എളുപ്പമുണ്ടാവും ഈ എല്ലാ ഇൻഡിപെൻഡൻസ് വാറിനെ പറ്റി, അതായത് ഇങ്ങനെ റെവല്യൂഷനെ പറ്റിയിട്ട് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും ഇതുപോലെ തന്നെ നീണ്ട പാർലമെൻറ്റ്, റംബ് പാർലമെൻറ്റ് അല്ലെ, അതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് കിടക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇതിൻ്റെയും ലാസ്റ്റാണ് കേട്ടോ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതും ഇതിൻ്റെ ലാസ്റ്റാണ്. എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യം? എന്താണ്? നോ ടാക്സ് വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, അല്ലേ? പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്നുള്ളതാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളതാണ് ഏത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യം. ഇനി ഈ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് രൂപം നൽകിയത്? ജെയിംസ് ഓട്ടീസ് ആണ്. ജെയിംസ് ഓട്ടീസ്. ഓക്കെ, ജെയിംസ് ഓട്ടീസ് ആണ്. ജെയിംസ് ഓട്ടീസ്. ഇപ്പോൾ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ള മുദ്രാവാക്യം അമേരിക്ക സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ജെയിംസ് ഓട്ടീസ് ആണ് ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത്. ഓക്കെ ആണല്ലോ രണ്ടും? ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങൾ, അതിലൊരു 5 നിയമം നമുക്ക് നോക്കാം. അത് വർഷം നമുക്ക് പഠിക്കണം. ഓക്കെ, ഇപ്പം നമ്മളെല്ലാം പഠിക്കുന്നുണ്ടല്ലോ, ഇന്നത് പഠിക്കണ്ട എന്നൊന്നുമില്ല. ഇനി ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ഡിഗ്രി പ്രിലിംസ് മെയിൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം പഠിക്കുന്നുണ്ട്. NCERT ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ LDC ഒറ്റ എക്സാം ആയതുകൊണ്ടാണ് ഞാൻ എല്ലാം പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ടീ ആക്ട്. വർഷം നോക്കണം, 1773. ടീ ആക്ട് 1773. ഇനി കറൻസി നിയമം 1764. കറൻസി നിയമവും പഞ്ചസാര നിയമവും വരുന്നത് 1764 കേട്ടോ. കറൻസിയും പഞ്ചസാരയും. ഓക്കെ, പിന്നെ സ്റ്റാമ്പ് നിയമം തൊട്ടടുത്ത വർഷം ഏതാണ്? 1765. 1765 സ്റ്റാമ്പ് നിയമം. പിന്നെ ടൗൺഷെൻഡ് നിയമം 1767. ടൗൺഷെൻഡ് എന്ന് പറയുന്നത് 1767. അപ്പോൾ ഒന്ന് നോക്കി, കറൻസിയും പഞ്ചസാരയും 64, സ്റ്റാമ്പ് 65, ടൗൺഷെൻഡ് 67, ടീ ആക്ട് വരുന്നത് അത് നമുക്ക് ബോസ്റ്റൺ ടീ പാർട്ടിയുടെ അത് തന്നെ 1773. ഓക്കെ, ഇനി ഇത് ഓർത്തു വയ്ക്കണേ. അതായത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അമേരിക്കയുടെ 13 കോളനികളിൽ ചുമത്തിയ നികുതി എന്ന് കൊടുത്തിട്ടുള്ളത് നമ്മുടെ റാങ്ക് ഫയൽ കണ്ട ഏതാണ്? പഞ്ചസാര നിയമമാണ് കേട്ടോ. ബ്രിട്ടീഷ് പാർലമെൻറ്റ് അമേരിക്കയുടെ 13 കോളനികളിൽ ചുമത്തിയ നികുതി ഏതാണ്? പഞ്ചസാര നികുതി. ഇനി ഇതെന്താണ്? മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ കോളനികളിൽ നടപ്പാക്കിയ വാണിജ്യ നയം അറിയപ്പെടുന്നത് എങ്ങനെ? മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ കോളനികളിൽ നടപ്പാക്കിയ വാണിജ്യ നയം അറിയപ്പെടുന്ന പേരെന്ത്? എന്താണ് പേര്? മെർക്കന്റലിസം എന്നുള്ളതാണ്, അല്ലേ? മെർക്കന്റലിസം. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ കോളനികളിൽ നടപ്പാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റലിസം. ഇനി അടുത്തതാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു 5 എണ്ണം ഉണ്ട്. ഈ 5 എണ്ണം മസ്റ്റായിട്ടും പഠിക്കണം. അത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാമെന്നുള്ളതും പറഞ്ഞുതരാം. അത് നമുക്ക് വായിച്ചു പോവാം. ഇതെല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? INC
അതിൻ്റെ ഒപ്പം തന്നെ അമേരിക്ക റവല്യൂഷന് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ മെർക്കന്റിലിസ്റ്റ് നിയമത്തിൽ ഒന്നാമത്തെ, കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്തിനെ പറ്റിയാണ് പറയുന്നത്? കപ്പലിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ. ഇംഗ്ലീഷ് കപ്പലിലോ അല്ലെങ്കിൽ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? സാധനം കൊണ്ടുപോകേണ്ടത്. അത് നാവിഗേഷൻ ആക്റ്റിൽ വരുന്നതാണ് കേട്ടോ. 1651 നാവിഗേഷൻ ആക്റ്റിൽ വരുന്നതാണ്. ഇനി രണ്ടാമത്തെ എന്താണ്? കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിൻ്റെ താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. താമസ സ്ഥലവും അതോടൊപ്പം തന്നെ സൗകര്യങ്ങളും ആര് നൽകണം? കോളനിക്കാർ നൽകണം. അപ്പോൾ ഒന്നാമത് നമ്മൾ കപ്പലിൻ്റെ കാര്യം പറഞ്ഞു. എന്താണ്? എല്ലാ സാധനവും കൊണ്ടുവരേണ്ടത് അവരുടെ കപ്പലിലോ അല്ലെങ്കിൽ കോളനികളിൽ നിർമ്മിച്ച കപ്പലിലോ മാത്രമായിരിക്കണം. പിന്നെ പറഞ്ഞു ഈ സൈന്യത്തിനുള്ള താമസ സ്ഥലവും സൗകര്യവും കൊടുക്കണം. പിന്നെ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഏതൊക്കെയാണ്? തേയില, ഗ്ലാസ്, കടലാസ്. ഏതൊക്കെയാണ്? തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. ഇറക്കുമതി ചെയ്യുമല്ലേ ഏതൊക്കെ? തേയില, ഗ്ലാസ്, കടലാസ്. അതിന് ഇറക്കുമതി ചുങ്കം നൽകണം. പിന്നെ കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുരേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. എല്ലാത്തിലും, അതായത് പത്രത്തിലായാലും ലൈസൻസിൽ, പ്രമാണത്തിൽ, എല്ലാ നിയമപരമായ പ്രമാണങ്ങളിലൊക്കെ എന്ത് പതിക്കണം? ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. പിന്നെ വരുന്നതാണ് കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഏതൊക്കെ? പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില. കോളനികളിൽ ഉൽപ്പാദിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. എവിടേക്ക് മാത്രം? ഇംഗ്ലണ്ടിലേക്ക് മാത്രം. എത്രയും വിശദീകരിച്ച് പറഞ്ഞാൽ ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്നവരുണ്ടെങ്കിൽ മനസ്സിലാവാനാണ്. ഇനി ഇതെന്ത് ചെയ്യണം? നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാലോചിക്കുക. അതായത് നമ്മൾ ഒരു ഇംഗ്ലീഷുകാരനാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ഒരു കഥ പോലെ ഇത് ഓർത്ത് വെച്ച് നോക്കി. അപ്പോൾ കിട്ടൂലേ? നമ്മൾ ഇംഗ്ലീഷ് കപ്പലിൽ പോകണു, എന്നിട്ട് അവിടെയുള്ള സൈന്യത്തിന്, കോളനിയിലേക്ക് പോകുന്നു, സൈന്യത്തിന് സാധനങ്ങളൊക്കെ കൊടുക്കുന്നു. എന്നിട്ടോ അതിൻ്റെ ഒപ്പം തന്നെ തേയില, ഗ്ലാസ്, കടലാസിനുള്ള ഇറക്കുമതി ചുങ്കും അയാൾക്ക് കൊടുക്കുന്നു. അപ്പോൾ അയാൾ നമ്മുടെ രേഖയൊക്കെ പരിശോധിച്ച്, ലൈസൻസൊക്കെ പരിശോധിച്ച് മുദ്ര വച്ച് തരും. പിന്നെ കമ്പിളി, പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില. ഏതൊക്കെയാണ്? പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില. കമ്പിളി, പിന്നെ പഞ്ചസാര, പരുത്തി, പുകയില. ഓക്കെ, ബാക്കിയൊക്കെ പായാണ്. അപ്പോൾ അതൊക്കെ എവിടേക്ക് മാത്രം? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ സൈനികന് അത് കൊടുക്കുകയാണ്. ഓക്കെ, എന്തൊക്കെ കൊടുക്കും? പഞ്ചസാര കൊടുത്തു, കമ്പിളിയും പരുത്തിയും കൊടുത്തു, പുകയിലയും കൊടുത്തു. ഓക്കെ, അയാൾക്ക് കൊടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു ചെറിയതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ആലോചിക്കുക. കാരണം നമുക്ക് ഓപ്ഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ ഒന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ചോദിക്കാം. ഞാൻ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആൻസർ പറയണം കേട്ടോ. അതുകൊണ്ടാണ് ഈ ആൻസർ ഒന്നുമില്ലാതെ ചോദ്യങ്ങൾ മാത്രം തയ്യാറാക്കിയിരിക്കുന്നത്. 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയത് ആരാണ്? വർഷം ഓർത്തു വെച്ചേ. 1492 ഏത് ഗവൺമെൻറ്റിൻ്റെ? സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി എവിടെ എത്തി? വടക്കേ അമേരിക്ക അല്ലേ. വടക്കേ അമേരിക്കയിൽ എത്തിയത് ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് അല്ലേ. ക്രിസ്റ്റഫർ കൊളംബസ് ആണ് വടക്കേ അമേരിക്കയിൽ എത്തിയത്. ക്രിസ്റ്റഫർ കൊളംബസ്. ഇനി ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതി കൊളംബസ് ഇന്ത്യക്കാരെന്ന് വിളിച്ചത് ആരെയാണ്? അപ്പോൾ ഈ വടക്കേ അമേരിക്കൻ ജനതയാണ്. പിൽക്കാലത്ത് റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെട്ടതും ആരാണ്? നോർത്ത് അമേരിക്കൻ, വടക്കേ അമേരിക്കൻ ജനതയാണ് കേട്ടോ. പിൽക്കാലത്ത് റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടത് ആരാണ്? വടക്കേ അമേരിക്കൻ ജനതയാണ്. അടുത്തത്, ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ ഇമ്പോർട്ടൻ്റ് ആണ്. കപ്പലിൻ്റെ പേരെന്താണ്? മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തി ആദ്യമായി കോളനികൾ സ്ഥാപിച്ച ഇംഗ്ലീഷുകാരെ എന്ത് വിളിക്കുന്നു? ഇംഗ്ലണ്ടിലെ രാജാവ് ഭയങ്കര മതപീഡനത്തെ തുടർന്നിട്ട് ഏത് നൂറ്റാണ്ടിലാണ്? 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തി ആദ്യമായി കോളനികൾ സ്ഥാപിച്ച ഒരു വിഭാഗം ഇംഗ്ലീഷുകാരെ തീർത്ഥാടക പിതാക്കൾ എന്താ വിളിക്കുന്നത്?
തീർത്ഥാടക പിതാക്കൾ. തീർത്ഥാടക പിതാക്കൾ, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് കേട്ടോ. പിൽഗ്രിം ഫാദേഴ്സ് എന്നറിയപ്പെടുന്നു. അപ്പം മേഫ്ലവർ ഓർക്കുക, 17-ാം നൂറ്റാണ്ട് ഓർക്കണം കേട്ടോ. വടക്കേ അമേരിക്കയിലെ ബ്രിട്ടൻ്റെ 13 കോളനികൾ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ, ആർക്കെതിരെ? മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരമാണിത്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്നത്, അമേരിക്കൻ വിപ്ലവം എന്നറിയപ്പെടുന്നത്. അപ്പോൾ വടക്കേ അമേരിക്കയിലെ ബ്രിട്ടൻ്റെ 13 കോളനികൾ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരമാണ് അമേരിക്കൻ വിപ്ലവം. നമുക്ക് ഈ 3 കോളനികൾ അങ്ങനെ പഠിക്കണം എന്നൊന്നുമില്ല, പക്ഷേ അതിനൊരു കോഡുണ്ട്, അത് വെച്ച് ഒന്ന് അവസാനം പറഞ്ഞുതരാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനൊക്കെ കിട്ടിയല്ലോ. തീർത്ഥാടക പിതാക്കൾ, മേഫ്ലവർ കപ്പൽ, 17-ാം നൂറ്റാണ്ട്, പിന്നെ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ കാര്യം, മെർക്കൻറ്റിലിസം ആ ഒരു സൈനികന് ഇത് കൊടുക്കുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ആ 5 കാര്യങ്ങൾ ഓർത്തു വയ്ക്കാം. പിന്നെ നമ്മൾ പഠിച്ചത് ആ നിയമങ്ങൾ, അതിൽ പഞ്ചസാരയും കറൻസി 1764, പിന്നെ തൊട്ടപ്പുറത്ത് സ്റ്റാമ്പ് 65, പിന്നെ 2 വർഷം കഴിഞ്ഞ് ടൗൺഷിൻഡ് 67, പിന്നെ 73 ടീ ആക്ട്, പിന്നെ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഓക്കെ, അത്രയും കഴിഞ്ഞു. ഇനി അടുത്തതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് ഇപ്പോൾ നിങ്ങൾ ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അതാരാണ് എഴുതിയത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളത് ആരാ രൂപം നൽകിയത് മുദ്രാവാക്യത്തിന്? ജെയിംസ് ഓട്ടീസ്. അപ്പം അത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന് മാത്രം കൊടുത്താൽ മതി, ഏതൊക്കെയാണെന്ന് കൊടുക്കണ്ട. അപ്പോൾ 2 പോയിൻ്റായി, മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ. പിന്നെ മറ്റേ മെയ്ഫ്ലവർ കപ്പലിൻ്റെ നേരെ തന്നെ അതിന് തീർത്ഥാടക പിതാക്കൾ, 3 പോയിൻ്റായി. അടുത്ത 4ാമത്തെ പോയിൻ്റാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ബോസ്റ്റൺ ടീ പാർട്ടി. ഓക്കെ, ബോസ്റ്റൺ ടീ പാർട്ടി എന്താണ്? ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തുന്നതിനെതിരായിട്ട് ഇതാണേത്? ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തുന്നതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർന്ന രാജ്യം അമേരിക്കയാണ്. ഈ ബോസ്റ്റൺ ടീ പാർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്, വർഷവും ഡേറ്റും എല്ലാം പഠിക്കണം. 1773 ഡിസംബർ 16. 1773 ഡിസംബർ 16. പിന്നെ തേയിലയായിട്ട് റിലേറ്റ് ചെയ്ത് ബോസ്റ്റൺ ടീ പാർട്ടി നമുക്കറിയാം. പിന്നെയുള്ള 342 പെട്ടി തേയിലയാണ് കടലിലേക്ക് വലിച്ചെറിഞ്ഞത്. അതുകൊണ്ടാണ് ആ നമ്പർ ഒന്ന് ഓർത്തു വയ്ക്കുക, 342. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. കിട്ടിയോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ 4 പോയിൻ്റ് നമ്മൾ അമേരിക്കനായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ കുറച്ചിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന രീതിയിലുള്ള ആളാണ്. അപ്പോൾ സ്പീഡ് കൂടുതലാണെങ്കിൽ നമുക്ക് കുറയ്ക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ടെലഗ്രാമിൽ നാളത്തേക്ക് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഇട്ടിട്ടുണ്ടാവും. നാളെയും ഇതേ സമയം വൈകുന്നേരം കുറച്ചും കൂടി നേരത്തെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു 5-6 ആകുമ്പോഴത്തേക്കും 2 അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ. പിന്നെ ഡെയിലി ഇംഗ്ലീഷ്, മലയാളം, മാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ ഓരോ ടോപ്പിക് വൈസ് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഒരു 10 ഡെയിലി ചെയ്യാൻ പറ്റുമല്ലോ. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 10 വീതെങ്കിലും ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് തെറ്റിയത് ഏതാണോ ആ ഒരു ടോപ്പിക്ക് റാങ്ക് ഫയലോ SCRT നോക്കി പഠിക്കുക, അല്ലെങ്കിൽ വീഡിയോസ് നോക്കി പഠിക്കുക. ഓക്കെ. ഇനി അടുത്തതാണ് ഏത്? കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. 1-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 2-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 3-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. എളുപ്പത്തിൽ പഠിക്കാം. 1-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ വർഷം 1774. ഓക്കെ. 1-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്ന സ്ഥലം ഫിലാഡൽഫിയ. 1-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ജോർജിയ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. ഈ 3 പോയിൻ്റ് ഓർത്തു വയ്ക്കാം. അതായത് മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി കോളനികളുടെ പ്രതിനിധികൾ ചേർന്ന സമ്മേളനമാണ്.
അതായത് ഇംഗ്ലണ്ടിനെതിരെ അല്ലേ, ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കും എതിരെ എല്ലാവരും കൂടി ചേർന്ന ഒരു സമ്മേളനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇത് നടന്നത് എന്നാണ് 1774. ഇന്ന വർഷത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അത് ശ്രദ്ധിക്കണേ. അപ്പോൾ 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഇനി ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്ന സ്ഥലം ഫിലാഡൽഫിയ ആണ്. ഈ സമയത്ത് ബ്രിട്ടീഷ് രാജാവായിരുന്നത് ജോർജ് മൂന്നാമനാണ് കേട്ടോ, ജോർജ് മൂന്നാമൻ, അതൊന്നും അറിഞ്ഞിരിക്കാം. ഇനി എന്താണ് ഇവിടെ ഇതിനെ തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ നീക്കണം. പിന്നെ ഇവരുടെ അതായത് തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ട് ഈ കോളനിയിലെ എല്ലാ ജനതയും കൂടി ഇംഗ്ലണ്ടിലെ രാജാവിന് എന്ത് നൽകി, ഒരു നിവേദനം നൽകി. പക്ഷേ ആ രാജാവ് എന്ത് ചെയ്തു, രാജാവ് അതൊന്നും സ്വീകരിച്ചില്ല. ജനങ്ങളെ അടിച്ചമർത്താനായിട്ട് സൈന്യത്തെ അയച്ചു. അങ്ങനെ ഇംഗ്ലണ്ടും കോളനികളും തമ്മിലൊരു യുദ്ധത്തിന് വഴിതെളിച്ചു. ഓക്കെ, അതാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ 74 ഫിലാഡൽഫിയ. ഇനി ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാതിരുന്നത് ജോർജിയ. അടുത്തത് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് തൊട്ടടുത്ത വർഷം എന്നാണ് 1775. സ്ഥലം എവിടെയാണ്, ഫിലാഡൽഫിയ തന്നെ. അപ്പോൾ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1775. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഫിലാഡൽഫിയ. ഇനി രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായിരുന്നത് ആരാണ്, ജോർജ് വാഷിങ്ടൺ ആണ് കേട്ടോ, ജോർജ് വാഷിങ്ടൺ. ഈ ജോർജ് വാഷിങ്ടണിനെ അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ജോർജ് വാഷിങ്ടൺ ആണ്. ഓക്കെ ആയല്ലോ. ഓക്കെ, അപ്പോൾ ഒന്നാം കോണ്ടിനെൻ്റലിലും രണ്ടാം കോണ്ടിനെൻ്റലിലും കിട്ടി. അപ്പോൾ മൂന്നാം കോണ്ടിനെൻ്റലിൽ എന്തായിരിക്കും വർഷം, 1776 നമ്മൾ പറയുവേ. അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. കോമൺ സെൻസ് എന്ന ലഘു ലേഖനം ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇപ്പോൾ കോമൺ സെൻസ് ഏതുമായി റിലേറ്റ് ചെയ്തതാണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലേഖനം അവതരിപ്പിച്ച വ്യക്തി ആരാണ്, തോമസ് പെയിൻ ആണ്. തോമസ് പെയിൻ. അപ്പോൾ കോമൺ സെൻസ് തോമസ് പെയിൻ. കുറച്ച് സെൻസൊക്കെ ഉള്ളവർക്കല്ല ആരെങ്കിലും വല്ലതും പറയുമ്പോൾ മനസ്സിലായി അതൊക്കെ വിഷമൊക്കെ ആവുള്ളൂ അല്ലേ, സെൻസ് ഇല്ലാത്തവർക്കൊന്നും മനസ്സിലാവില്ലല്ലോ. അപ്പം അമേരിക്ക സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കോമൺ സെൻസ് എന്ന ലഘുലേഖനം അവതരിപ്പിച്ചത് ആരാണ്, തോമസ് പെയിൻ ആണ്. ഇനി നോക്കിയേ, തോമസ് പെയിൻ പറഞ്ഞ ഒരു വാചകമാണ്. അതായത് ഈ കോമൺ സെൻസ് എന്ന ലഘുലേഖനത്തിലുള്ളതാണ്, ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച വിവേകപൂർവമായ പ്രവൃത്തി. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്, തോമസ് പെയിൻ ആണ്. അല്ലേ, വിവേകമുള്ളത് അല്ലേ, വിവേകപൂർവമായിട്ട്. കോമൺ സെൻസ് തോമസ് പെയിൻ്റെയാണ്, വിവേകമുള്ളത് തോമസ് പെയിൻ്റെയാണ് അല്ലേ. ഇനി ഇതാരാ പറഞ്ഞത്, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ആരാണ്, അത് ജോൺ ലോക്ക് ആണ്. ആരാണ്, ജോൺ ലോക്ക്. അവകാശങ്ങളൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക, അതിന് വേറെ ആർക്കും, നമ്മുടെ അവകാശം നമ്മുടെ തന്നെയാണ് അല്ലേ, അതിന് വേറെ ആർക്കും അതിനെ ഹനിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ആരാണ്, ജോൺ ലോക്കാണ്. ഇനി ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകരയെ ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് ആരാണ്, അതും തോമസ് പെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും പറയുന്നുണ്ട് എന്ത്, യുക്തിക്ക് നിരക്കുന്നതല്ല. അപ്പോൾ കോമൺ സെൻസ് ആരായിട്ട്, തോമസ് പെയിനായിട്ട് റിലേറ്റ് ചെയ്തതാണ് കോമൺ സെൻസ്. പിന്നെ വിവേകപൂർവമായത്, നിങ്ങൾ ടോട്ടൽ വായിച്ച് നോക്കണേ, ഞാൻ എന്നിട്ട് ഒരു വേർഡ് ഇങ്ങനെ എടുത്ത് പറയുന്നേ ഉള്ളൂ, നമുക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കാൻ. എന്നാലും വായിച്ച് റിപ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ മനസ്സിൽ നിൽക്കുള്ളൂ കേട്ടോ. വിവേകപൂർവമായ പ്രവൃത്തി, അതും തോമസ് പെയിൻ പറഞ്ഞു. പിന്നെ തോമസ് പെയിൻ പറഞ്ഞത് യുക്തിയുടെ കാര്യവും പറഞ്ഞു. ലോക്ക് എന്താ പറഞ്ഞത്, ജോൺ ലോക്ക്, അവകാശമൊക്കെ ഉണ്ട്, അത് മറ്റുള്ളവർക്ക് ഹനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. ഓക്കെ ആയോ. ഇനി മൂന്നാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് എന്നാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് എന്നാണ്.
എന്നാൽ മൂന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1776 ആയിരിക്കും അല്ലേ. 1776 ജൂലൈ 4 പ്രഖ്യാപനം നടത്തിയത് ജൂലൈ 4-നാണ്. മൂന്നാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് 1776 ജൂലൈ 4. ഇനി പ്രഖ്യാപനം തയ്യാറാക്കിയത് ആരൊക്കെയാണ് തയ്യാറാക്കിയത്? തോമസ് ജെഫേഴ്സൺ. ആരാണ്? തോമസ് ജെഫേഴ്സൺ. തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. തോമസ്, നമ്മൾ തോമസ് പെയിനെ പറ്റി പഠിച്ചു. ഇവിടെ വേറൊരു തോമസ് ഉണ്ട്, തോമസ് ജെഫേഴ്സൺ, പിന്നെ ഒരു ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ 1776 ജൂലൈ 4 ഇമ്പോർട്ടൻ്റ് ആണ്. ബോസ്റ്റൺ ടീ പാർട്ടി, ഈ ഡേറ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 1776 ജൂലൈ 4 സ്വതന്ത്ര പ്രഖ്യാപനം നടത്തിയത്. അത് തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും, ഇവിടെ ഇംഗ്ലണ്ട് എന്നുണ്ട് കേട്ടോ, ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിച്ച വർഷം, യുദ്ധം അവസാനിച്ചതെന്ന 1781-ലാണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് 1776, യുദ്ധം അവസാനിച്ചത് 81-ൽ. ഈ 1781 ഈ യുദ്ധത്തിൽ ബ്രിട്ടനെ പരാജയപ്പെടുത്തിയ അമേരിക്കൻ സേനാ നായകൻ ആരാന്ന് ചോദിച്ചാൽ ബ്രിട്ടനെ പരാജയപ്പെടുത്തിയത് ആരാണ്? ജോർജ് വാഷിങ്ടൺ ആണ് കേട്ടോ, ജോർജ് വാഷിങ്ടൺ. ഇനി ഈ ജോർജ് വാഷിങ്ടണിനോട് പരാജയപ്പെട്ട ഇംഗ്ലീഷ് സേനാ നായകൻ ആരാണ് എന്ന് ചോദിച്ചാൽ ചാൾസ് കോൺവാലിസ് ആണ്. ആരാണ്? ചാൾസ് കോൺവാലിസ്. ചാൾസ് കോൺവാലിസ്. ചാൾസ് കോൺവാലിസ്. ഓക്കെ, എന്താ പറഞ്ഞത്? ഒന്നുകൂടി പറഞ്ഞുതരാം. 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഇനി ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചത് 81-ലാണ്, 1781-ലാണ്. ഈ 1781 ആ യുദ്ധത്തിൽ ബ്രിട്ടനെ പരാജയപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചാൽ ജോർജ് വാഷിങ്ടൺ ആണ്. ജോർജ് വാഷിങ്ടണിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവ് അല്ലേ. ഇനി ഈ ജോർജ് വാഷിങ്ടണിനോട് പരാജയപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ അത് ചാൾസ് കോൺവാലിസ് ആണ്. ഇത്രയും കിട്ടിയോ? ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട ഉടമ്പടി ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഉടമ്പടിയാണ്? ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട ഉടമ്പടി ഏതാണ്? പാരീസ് ഉടമ്പടിയാണ്. ഏതാണ്? പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടിയുടെ വർഷം 1783. ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട ഉടമ്പടി പാരീസ് ഉടമ്പടിയാണ്. പാരീസ് ഉടമ്പടി 1783. കിട്ടിയോ? ഓക്കെ. ഇനി നമ്മൾ ഭരണഘടനയായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ. ഓക്കെ, അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ജെയിംസ് മാഡിസൺ ആണ്. ഇനി അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്ന സ്ഥലം ഏതാ? നമ്മൾ ആദ്യം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ പറഞ്ഞ സ്ഥലം തന്നെ, ഫിലാഡൽഫിയ ആണ് കേട്ടോ. ഫിലാഡൽഫിയയിലാണ് സമ്മേളനം ചേർന്നത്. ഇനി അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ജോർജ് വാഷിങ്ടൺ. ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ ആണ്. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് 1789. കിട്ടിയോ? 4 ഭരണഘടനയായി റിലേറ്റ് ചെയ്ത്. അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആണ്. സമ്മേളനം ചേർന്ന സ്ഥലം ഫിലാഡൽഫിയാണ്. ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജ് വാഷിങ്ടൺ ആണ്. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് 1789. പിന്നെ നമുക്കറിയാം ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ആരുടെയാ? അമേരിക്കയുടെ. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന, എഴുതപ്പെട്ടതിനെയാണ് നമ്മൾ ലിഖിതം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന ആരുടെയാ? അമേരിക്കയുടെയാണ് കേട്ടോ. ഇനി സ്വാധീനങ്ങൾ ഒരു 3-4 പോയിന്റ് പഠിക്കണം. അതായത് അമേരിക്ക സ്വാതന്ത്ര്യ സമരം പിൽക്കാലത്ത് ലോക ചരിത്രത്തിൽ എന്തൊക്കെ സ്വാധീനങ്ങൾ ചെലുത്തി എന്നുള്ളതാണ്. 4 പോയിന്റ് ഉണ്ട്, നമുക്ക് നോക്കാം, വായിച്ചു നോക്കാം. ഒന്നാമത്തെ എന്താണ്? പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. പ്രചോദനം നൽകി എന്നുള്ളത് ഓർത്ത് വെച്ചാലും മതി.
അതായത് ബാക്കിയുള്ള പിൽക്കാലത്ത് വന്ന സ്വാതന്ത്ര്യ സമരങ്ങൾക്കൊരു പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. പിന്നെ റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് ചോദിക്കാറുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിക്കും. അപ്പോൾ റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. പിന്നെയോ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. ഫെഡറൽ രാഷ്ട്രം, സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയവും ലോകത്തിന് നൽകി. ഇനി ലിഖിത ഭരണഘടനയ്ക്ക് തുടക്കമിട്ടു. ലിഖിത ഭരണഘടനയ്ക്ക് തുടക്കമിട്ടു. അപ്പോൾ ഈ പോയിന്റ് മാത്രം അല്ലേ, ആ 4 പോയിന്റ് ഓർത്താൽ മതി. ഒന്നാമത്തെ എന്താ, പ്രചോദനം നൽകി, നമുക്കറിയാവുന്ന കാര്യം. പിന്നെയുള്ളത് റിപ്പബ്ലിക്കും ഫെഡറൽ രാഷ്ട്രം, അത് രണ്ടും ഓർത്ത് വയ്ക്കണം. റിപ്പബ്ലിക്കൻ ഭരണരീതിയും ഫെഡറൽ രാഷ്ട്രവും പിന്നെ ലിഖിത ഭരണഘടന, അതും നമുക്കറിയാം. തീർന്നല്ലോ, സ്വാധീനം കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പ്രസിഡൻറ്റിനെ പഠിക്കാം. ആദ്യ പ്രസിഡൻ്റ് ആരാണ്? നമുക്കറിയാം, ജോർജ് വാഷിങ്ടൺ അല്ലേ. ആദ്യ പ്രസിഡൻറ്റ് ജോർജ് വാഷിങ്ടൺ. രണ്ടാമത്തെ പ്രസിഡൻ്റ് ആരാണ്? ജോൺ ആദംസ് ആണ് കേട്ടോ. ജോൺ ആദംസ് ആണ് രണ്ടാമത്തെ പ്രസിഡൻറ്റ്, ജോൺ ആദംസ്. മൂന്നാമത്തെ പ്രസിഡൻറ്റ് തോമസ് ജെഫേഴ്സൺ. ആരാണ്? തോമസ് ജെഫേഴ്സൺ ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയ ഒരാളാണ് അല്ലേ, തോമസ് ജെഫേഴ്സൺ, മൂന്നാമത്തെ പ്രസിഡന്റ്. അപ്പോൾ ഈ 3 ഓർത്ത് വയ്ക്കണം കേട്ടോ. ജോർജ് വാഷിങ്ടൺ, ജോൺ ആദംസ്, തോമസ് ജെഫേഴ്സൺ. ഈ ജോൺ ആദംസ് ആണ് അമേരിക്കയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ്. നമുക്കറിയാമല്ലോ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആവുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. ഇനി ആദ്യ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റ് ആരായിരുന്നു? അമേരിക്കയുടെ ആദ്യ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റ് ആരായിരുന്നു? ഒബാമ, ബരാക് ഒബാമയായിരുന്നു, ബരാക് ഒബാമ. ഇനി അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വംശജ ആരാണ്? കമല ഹാരിസ് ആണ്. അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വംശജ കമല ഹാരിസ് ആണ്. എത്രാമത്തെ വൈസ് പ്രസിഡൻ്റാണ് കമല ഹാരിസ്? 49 കേട്ടോ. 49ാമത്തെ വൈസ് പ്രസിഡൻ്റാണ് കമല ഹാരിസ്. ഓക്കെ, ഈ സെക്ഷൻ ഞാൻ പഠിച്ചല്ലോ, പ്രസിഡൻറ്റുമാരായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം, അധികാരത്തിലിരിക്കെ വധിക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റുമാർ ആരൊക്കെയാണ്? എബ്രഹാം ലിങ്കണുമുണ്ട്, ജെയിംസ് ഗാർഫീൽഡുമുണ്ട്, വില്യം മക്കിനി, ജോൺ എഫ് കെന്നഡി. എബ്രഹാം ലിങ്കൺ നമുക്കറിയാലോ, അധികാരത്തിലിരിക്കെ വധിക്കപ്പെട്ടത്. ആരൊക്കെയാണ്? എബ്രഹാം ലിങ്കൺ, ജെയിംസ് ഗാർഫീൽഡ്, വില്യം മക്കിൻലി, ജോൺ എഫ് കെന്നഡി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ സ്വാധീനങ്ങൾ എന്ന് പറഞ്ഞ് 4 പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ 4 പോയിന്റ് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് സെയിം തന്നെ ആ 4 പോയിന്റ് എടുത്തു വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഡിഗ്രി ലെവൽ എക്സാമിനാണ്, അതുകൊണ്ട് അത് പിന്നെ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞിട്ട് ആ 13 കോളനികളുടെ കാര്യം പറഞ്ഞുതരാം കേട്ടോ, എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഇതിൽ പറയുന്നത് ശരിയേതാണ്? അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് പറയുന്നതിൽ ശരി ഏതാ വരുന്നത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, 1780 ഫിലാഡൽഫിയ ഉടമ്പടി, 1783 പാരീസ് ഉടമ്പടി, വേഴ്സായ് ഉടമ്പടി. ഏതാണ് ആൻസർ? 1783 പാരീസ് ഉടമ്പടിയാണ് അല്ലേ. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതാണ് പാരീസ് ഉടമ്പടി. 76 പ്രഖ്യാപനം നടത്തി, 81 യുദ്ധം അവസാനിച്ചു, 83 പാരീസ് ഉടമ്പടി വന്നു അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ്. ഇത് നമ്മുടെ 2024 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത് നമുക്ക് രേഖപ്പെടുത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ചെയ്യണമെങ്കിൽ എല്ലാത്തിൻ്റെയും ഈ 4 എണ്ണത്തിൻ്റെയും വർഷം നമുക്ക് അറിഞ്ഞിരിക്കണം ആണല്ലോ. ഇപ്പം നമുക്ക് നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ബോസ്റ്റൺ ടീ പാർട്ടി, പാരീസ് ഉടമ്പടി, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ആദ്യം ഓരോന്നോരോന്ന് പറയാം. അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം. എന്നാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്? 1776 ജൂലൈ 4 അല്ലേ, ജൂലൈ 4. ഇനി ബോസ്റ്റൺ ടീ പാർട്ടി എന്നായിരുന്നു? 1773 ഡിസംബർ 16. 73 ഡിസംബർ 16. പാരീസ് ഉടമ്പടി എന്നായിരുന്നു? 1783. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സോ? 1774. ഇപ്പം 4 ഡേറ്റും കിട്ടി. ഇനി നേരെ ഒന്ന് പറഞ്ഞേ, ആദ്യം വരുന്നത് ഏതാണ്? ആദ്യം വരുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി അല്ലേ. 73 ബോസ്റ്റൺ ടീ പാർട്ടി, പിന്നെ 74 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അവസാനം പാരീസ് ഉടമ്പടി. ഓക്കെ ആണല്ലോ.
അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് കേട്ടോ. ഇതിൽ ഓപ്ഷൻസ് വരുന്നത് എ ബി സി ഡി, ബി സി എ ബി അങ്ങനെയൊക്കെയാണ് വരുന്നത്. അടുത്ത ചോദ്യം, 1775 രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഒക്കെ നടന്നത് എവിടെയാണ്? പിന്നെ അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്ന സ്ഥലവും എല്ലാം എവിടെയായിരുന്നു? ഫിലാഡൽഫിയയിലാണ്. ഫിലാഡൽഫിയ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത് നമ്മുടെ ഡിഗ്രി മെയിൻസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പക്ഷെ നമുക്കിതിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ റെവല്യൂഷൻ പഠിക്കുമ്പം ഇപ്പോൾ അമേരിക്കൻ, ഫ്രഞ്ച്, റഷ്യൻ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അമേരിക്ക മാത്രം എടുത്തു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇപ്പോൾ ഫ്രഞ്ചും എല്ലാം കൂടി ഇപ്പോൾ വർഷങ്ങളായാലും അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രവാചകന്മാരെ പറ്റിയിട്ടായാലും ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു റെവല്യൂഷൻ്റെ എല്ലാം കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കി ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? രാജ്യത്വത്തിൻ്റെ ദൈവിക അവകാശ സിദ്ധാന്തം, ബോസ്റ്റൺ പ്രതിഷേധങ്ങൾ, അസഹനീയമായ ആക്ട്. ഏതാ? ഇപ്പം നമ്മൾ പഠിച്ച രണ്ടെണ്ണം ഇതിലുണ്ട്. ഏതൊക്കെയാ? ബോസ്റ്റൺ ടീ പാർട്ടി, പിന്നെ അസഹനീയമായ ആക്ട് അല്ലേ. കുറേ ആക്റ്റുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. പഞ്ചസാര നിയമം, കറൻസി നിയമം അല്ലേ, കുറേ ബ്രിട്ടീഷ് നിയമങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ബി ആൻഡ് സി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ബി ആൻഡ് സി ആണ്. ഓക്കെ ആണല്ലോ ഇത്രയും ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ടോട്ടൽ അമേരിക്കൻ ഇതായിട്ട് റവല്യൂഷനായി റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് വേണം? ആ 13 കോളനികൾ ജസ്റ്റ് ഒന്ന് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. അതും കൂടി ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. 13 കോളനികളിൽ നിങ്ങൾ ആദ്യമേ ഒന്ന് വായിച്ച് നോക്കിയാലാണ് ഇത് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ്? ന്യൂയോർക്ക്, ഓരോരോ സെക്ഷനായിട്ടാണ് പറയുന്നത്. ന്യൂയോർക്ക്, പിന്നെ ഏതാ? ന്യൂ ജേഴ്സി, ന്യൂയോർക്ക്, ന്യൂ ജേഴ്സി, ന്യൂ ഹാംഷെയർ, ഇതൊരു സെക്ഷൻ ന്യൂ ആയിട്ട്. ന്യൂയോർക്ക്, ന്യൂ ജേഴ്സി, ന്യൂ ഹാംഷെയർ. കിട്ടുമോ? ഓരോ സെക്ഷനായിട്ടാണ് പറഞ്ഞിരുന്നത്. ഇനി അടുത്ത സെക്ഷനിൽ ഓർത്ത് വയ്ക്കേണ്ടത് നോർത്ത് കരോളിന, സൗത്ത് കരോളിന. നോർത്ത് കരോളിനയും സൗത്ത് കരോളിനയും. അതൊക്കെയായോ? നമുക്ക് 13 എഴുതാനൊന്നും പറഞ്ഞു വരില്ല. ഓട് വൺ ഔട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ വന്നാൽ തന്നെ ഉള്ളൂ. പക്ഷെ വരാനും സാധ്യതയില്ല. എന്നാലും ഞാൻ പറയുന്നേ ഉള്ളൂ. ഇത്ര ഓക്കെ ആയോ? അപ്പോൾ ന്യൂയോർക്ക്, ന്യൂ ജേഴ്സി, ന്യൂ ഹാംഷെയർ, പിന്നെ നോർത്ത് കരോളിന, സൗത്ത് കരോളിന. ഓക്കെ. ഇനി ജോർജിയ, വെർജിനിയ, ഇതും കിട്ടുമല്ലോ. ജോർജിയ, വെർജിനിയ കിട്ടുമല്ലോ. ഇനി 2 ലാൻഡ് ഉണ്ട്. ഏതൊക്കെയാണ്? മേരിലാൻഡും റോഡ് ഐലൻഡും, അതും അടുത്ത സെക്ഷൻ. ജോർജിയ, വെർജീനിയ, മേരിലാൻഡ്, റോഡ് ഐലൻഡ്. ഓക്കെ. ഇനിയുള്ള പേരുകൾ നിങ്ങളല്ലാതെ ഒന്ന് ഓർത്ത് വയ്ക്കാൻ. ഒന്നാമത്തത് പെൻസിൽവാനിയ, ഡെലാവയർ, പിന്നെ ഏതാണ്? കണക്റ്റിക്കട്ട്. പെൻസിൽ, ഡെലാവാനിയ, കണക്റ്റിക്കട്ട്. ഇനി അവസാനം ഒരെണ്ണവും കൂടിയുണ്ട്. മസാച്യൂസെറ്റ്സ്. ഓക്കെ. അപ്പോൾ ഏതൊക്കെയായി? ന്യൂയോർക്ക്, ന്യൂ ജേഴ്സി, ന്യൂ ഹാംഷെയർ, നോർത്ത് കരോളിന, സൗത്ത് കരോളിന, മേരിലാൻഡ്, റോഡ് ഐലൻഡ്, ജോർജിയ, വെർജീനിയ, പിന്നെ പെൻസിൽവാനിയ, ഡെലാവയർ, കണക്റ്റിക്കട്ട്, പിന്നെ അവസാനം പറഞ്ഞത് മസാച്യൂസെറ്റ്സ്. ഓക്കെ. ഇത്രയുമാണ് 13 കോളനികളുള്ളത്. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കൻ റവല്യൂഷൻ ഹെഡിങ് കൊടുക്കുക,
മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ, പിന്നെ എന്താ ബോസ്റ്റൺ ടീ പാർട്ടി, കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, തീർത്ഥാടക പിതാക്കൾ, പിന്നെ ആൾക്കാരുടെ പേര് ആരൊക്കെയായിരുന്നു? ജോൺ ലോക്ക് ഉണ്ട്, തോമസ് പെയിൻ ഉണ്ട്, ജെയിംസ് മാഡിസൺ ഉണ്ട്, തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. പിന്നെ വർഷം ഓർത്ത് വയ്ക്കണം, 74, 75, 76 കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, പിന്നെ 76, 81, 83, 89 അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത്. ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ എല്ലാം ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും ക്ലാസ് കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്